അതാണ്. നമുക്കിനി വടകരയിലേക്ക് പോകാം. വടകരയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഓരോ ഇടത്തേക്ക് ചെല്ലുമ്പോഴും താൻ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആളുകൾ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അത് വലിയ ആത്മവിശ്വാസം പകരുന്നു എന്ന് ഇന്നലെ MS അനീഷ് കുമാറിനോട്, ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോട് KK ശൈലജ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സർക്കാർ സഹായത്താൽ ജീവിതം തിരികെ കിട്ടിയ ഒരമ്മയെയും മകനെയും KK ശൈലജ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 4 വർഷം മുമ്പ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനായി നിവേദനവുമായി എത്തിയ അനശ്വരയും മകനെയുമാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജ വീണ്ടും കണ്ടത്. സർക്കാർ 14 ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്നാണ് കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. നാദാപുരത്ത് പ്രചാരണത്തിനെത്തിയ KK ശൈലജയെ റോസാപ്പൂ മാല ചാർത്തി അനശ്വരയും മകനും സ്വീകരിച്ചു. എനിക്കിന്ന് വളരെയേറെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുന്നതിനിടയിലാണ് അനശ്വര ഉണ്ണിക്കുട്ടനെയും കൂട്ടി എന്നെ കാണാൻ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അനശ്വര മോൻ്റെ അസുഖത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്. ഒരു അപൂർവ രോഗമായിരുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ കുട്ടി രക്ഷപ്പെടുമായിരുന്നുള്ളൂ. അന്ന് അനശ്വര അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ VCare പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അത് VCare പദ്ധതിയിലൂടെ ഒരുപാട് കുട്ടികളെ അന്ന് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് വിശദീകരണം ഇപ്പം നടത്തുന്നില്ല. നല്ലവരായിട്ടുള്ള ഒരുപാട് ആളുകൾ പണം നിക്ഷേപിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം നൽകുന്ന ഒരു ഫണ്ടാണിത്, VCare എന്ന പേരിൽ. ഞങ്ങളത് ആ രീതിയിൽ ആവിഷ്കരിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിനകത്തുനിന്ന് ചികിത്സാ സഹായവും തുടർ ചികിത്സാ സഹായവും ഒക്കെ കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ചികിത്സക്ക് ഗവൺമെൻറ് വിഹിതമായിട്ട് വളരെ ചെറിയ തുക മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഗവൺമെൻറ്റിന് അത്രയും ഫണ്ടുകൾ ഉണ്ടാവും. ആരോഗ്യമന്ത്രിയുടെ ഫണ്ടായാലും ഒക്കെ അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ VCare എന്ന് പറയുന്ന പദ്ധതി ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. VCare നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനെ ഒന്ന് നല്ല രീതിയിലാക്കി വളർത്തിയെടുത്തിട്ടാണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതുപോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ അസുഖങ്ങൾക്ക് 14 ലക്ഷം രൂപ വരെ മാക്സിമം ഗവൺമെൻറ് കൊടുക്കുമെന്ന തീരുമാനമെടുത്തത്. അത് ഒരുപാട് മനുഷ്യർക്ക് വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട്. 10, 20, 25 ലക്ഷമൊക്കെ ആവും ഇത്തരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനും ലിവർ ട്രാൻസ്പ്ലാന്റിനും ഒക്കെ. അത് മുഴുവൻ ഒരു കുടുംബം കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ്. പലപ്പോഴും അത് മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലുകളൊക്കെയാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോഴാണ് ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ അനശ്വര അത് പറയും കൂടി ചെയ്തപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തിലാണ് വടകരയിൽ ടീച്ചർ ഉള്ളത്.